ചമ്മന്തി ചെയ്യാം. വളരെ എളുപ്പവും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ഇപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ പാനിൽ നമുക്ക് ഉണക്കമീനൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിവിടെ ചെറിയ നെത്തോലി ഉണങ്ങിയതാണ് എടുത്തേക്കുന്നത്. കൊഴുവ, ചില സ്ഥലത്ത് കൊഴുവ എന്നും പറയും, അതാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് കഴുകി വച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം അത് കഴുകി വെച്ചേക്കുന്നതുകൊണ്ട് വെള്ളം ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് എണ്ണയൊന്നും ഒഴിച്ചില്ല. ഇനി നമുക്ക് ആ വെള്ളം എല്ലാം ഒന്ന് പോകുമ്പോൾ കുറച്ച് ഒരു അര ടീസ്പൂൺ എണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ മതി, അര ടീസ്പൂൺ എണ്ണ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഉണക്കമീൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചമ്മന്തി അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ വെള്ളം എല്ലാം പോയി നല്ല ഡ്രൈ ആയിട്ട് ഉണക്കമീൻ വരണം. ഇപ്പോൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം വറുത്ത് വെച്ചേക്കുന്ന ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചേക്കുന്ന ഉണക്കമീൻ ഞാൻ ഇതിനകത്തിട്ടു. അത് കഴിഞ്ഞ ശേഷം ഇനി ഒരു ചെറിയ ഉള്ളി വേണം. അപ്പം ഞാനിവിടെ ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അതിനകത്തേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് വലിപ്പമുള്ള ചെറിയ ഉള്ളിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സൈസ് ഉള്ളിയാണെങ്കിൽ ഒരു 2 എണ്ണം എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു മുളകാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാന്താരി മുളക് എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു ഉണ്ടമുളക് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കാന്താരി മുളകോ അല്ലെങ്കിൽ അതിന് പകരം പച്ചമുളകോ യൂസ് ചെയ്യാം. ചെറിയ കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം നമ്മുടെ ഉണക്കമീനിലും ഉപ്പുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർക്കുക. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, പിന്നെ വേണമെങ്കിൽ അവസാനം ചേർക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ആ ചമ്മന്തിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുവാണ്. അപ്പോൾ എരിവൊക്കെ നന്നായിട്ട് വേണമെന്നുള്ളവർ, ചമ്മന്തിക്ക് ചിലർക്ക് എരിവൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ മുളക് പൊടി കൂടുതൽ ചേർക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ചമ്മന്തി അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ചമ്മന്തി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നോക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് അഥവാ കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണക്കമീൻ ചമ്മന്തി റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമായിട്ടുള്ളൊരു ചമ്മന്തിയാണിത്. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് തന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ, വിജയകുമാരി അമ്മയാണ്. അമ്മയ്ക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു. Like a bird on a tree.